ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. വിഖ്യാത ശാസ്ത്രകാരൻ CV രാമൻ ഡാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ കുതിച്ചുചാട്ടം നല്ല വികസനത്തിനു വേണ്ടിയാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൊലപാതകമില്ലെന്നും പ്രതിപക്ഷത്തെ മാനിക്കലാണ് ജനാധിപത്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ. വാർഷിക പരിശോധന കർശനമാക്കി റെയിൽവേ. പെരുകുന്ന കിട്ടാക്കടത്തിന് ബാങ്ക് ഉന്നതരെ ഉത്തരവാദികളാക്കുക, നോട്ട് റദ്ദാക്കിയ കാലത്തെ അധിക ജോലിക്ക് വേതനം തുടങ്ങി നിരവധി ആവശ്യങ്ങളുമായി അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ. റെയിൽവേ വാർഷിക പരിശോധനയ്ക്കായി കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള പാതയിലാണ് പരിശോധന. വാർഷിക പരിശോധനയ്ക്കായി ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വശിഷ്ഠ ജോരി കോഴിക്കോട്ടെത്തി. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള പാതയിലാണ് പരിശോധന. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ആരംഭിച്ചു. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള പാത, പാലങ്ങൾ, ലെവൽ ക്രോസിംഗുകൾ, സ്റ്റേഷനുകൾ എന്നിവയിലാണ് പരിശോധന. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും നിലവിൽ മുമ്പുള്ള ആവശ്യങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞു. No, we keep on meeting the Honorable MP and we keep on working out whatever demands we are getting. Whatever is possible or feasible, we try to work on that. So as the aspirations increase, the demand also increase and some works getting completed, some more works come into the picture. So that's an ongoing process. We continue to examine them and see whatever is the feasibility and take them forward whatever is possible. യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിൽ പക്ഷപാതരഹിത നിലപാട് സ്വീകരിക്കാൻ MP ജനറൽ മാനേജറോട് ആവശ്യപ്പെട്ടു. ഒരു സെക്കൻഡ് ടെർമിനൽ കോഴിക്കോടിന് ആവശ്യമാണെന്നും MK രാഘവൻ MP പറഞ്ഞു. ചാലഞ്ച് മോഡലുള്ള ഒരു PPPക്ക് ദക്ഷിണേന്ത്യ 2 സ്റ്റേഷനാണ് തെരഞ്ഞെടുത്തത്. ഒന്ന് ചെന്നൈയും കോഴിക്കോടുമാണ്. അതിൻ്റെ ടെൻഡർ സബ്മിഷൻ്റെ അവസാനത്തെ തീയതി മെയ് 22 അത് തുടങ്ങിയ ഒരുപാട് റെയിൽവേയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായുള്ള ടെൻഡർ നടപടികൾ മെയ് 22 പൂർത്തിയാകുമെന്നും MP മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ നരേഷ് ലാൽവാനി, ദക്ഷിണ റെയിൽവേയിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രിൻസിപ്പൽ മേധാവികൾ, ഡിവിഷണൽ മേധാവികൾ തുടങ്ങിയവർ ജനറൽ മാനേജറെ അനുഗമിച്ചു. നിയമനിർമ്മാണ സഭകളെ അവഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണെന്ന് MK രാഘവൻ MP. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ജീവനക്കാർ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ, സ്വകാര്യ, വിദേശ സഹകരണ ബാങ്കുകളിലെ 10 ലക്ഷം ജീവനക്കാരും ഓഫീസർമാരും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ വ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ജനവിരുദ്ധ ബാങ്കിംഗ് തൊഴിൽ നിയമ പരിഷ്കരണങ്ങൾ പിൻവലിക്കുക, തൊഴിൽ പുറം കരാർവൽക്കരണം ഉപേക്ഷിക്കുക, നോട്ട് നിരോധനത്തെ തുടർന്നുള്ള അധിക ജോലിക്ക് അർഹമായ വേതനം നൽകുക, നോട്ട് അസാധുവാക്കൽ മൂലം ബാങ്കുകൾക്കുണ്ടായ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്ക് ജീവനക്കാർ മാനാഞ്ചിറ SBI ബാങ്കിന് മുന്നിൽ സമരം ആഹ്വാനം ചെയ്തത്. NCBI ജില്ലാ സെക്രട്ടറി A. രാഘവൻ അധ്യക്ഷത വഹിച്ച ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. നിയമനിർമ്മാണ സഭകളെ അവഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണെന്നും ലോകസഭയെ നോക്കുകുത്തിയാകുന്ന ഭരണമാണ് മോദി സർക്കാരിന്റേതെന്നും നോട്ട് നിരോധനം മൂലം രാജ്യത്തിനുണ്ടായ പ്രതിസന്ധികൾക്ക് പ്രധാനമന്ത്രി ഉത്തരം നൽകിയേ മതിയാവൂ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നില്ല?
യാതൊരു ഉത്തരവും മൈൻഡ് ചെയ്യുന്നില്ല. ആ സഭ നടക്കുന്ന അവസരത്തിൽ ആകെ അദ്ദേഹം വന്നത് 4 തവണ മാത്രമാണ് ഹൗസിൽ. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, AIBOC സെക്രട്ടറി S ബാലചന്ദ്രൻ, MD ഗോപിനാഥ്, AIBA ജില്ലാ സെക്രട്ടറി KV സൂരി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഫെബ്രുവരി 17 ജില്ലാ ടൗൺ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധയിടങ്ങളിലായി പ്രകടനങ്ങളും ധർണകളും നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. ജനാധിപത്യത്തിൽ കൊലപാതകമില്ലെന്നും പ്രതിപക്ഷത്തെ മാനിക്കലാണ് ജനാധിപത്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള. എതിർക്കുന്നവനെ കൊല്ലുന്ന രാഷ്ട്രീയമല്ല BJPയുടേത്. BJP അക്രമത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിമലാദേവിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കഞ്ചിക്കോട് മരണപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി നയിക്കുന്ന ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. അരെടുത്തുപാലം ഗ്രൌണ്ടിൽ ഒരുക്കിയ പരിപാടിയിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് അണിനിരന്നത്. സ്വീകരണ പരിപാടി BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ കൊലപാതകമില്ലെന്നും പ്രതിപക്ഷത്തെ മാനിക്കലാണ് ജനാധിപത്യമെന്നും അദ്ദേഹം പറഞ്ഞു. എതിർക്കുന്നവനെ കൊല്ലുന്ന രാഷ്ട്രീയ തീരുമാനമല്ല BJPയുടേത്. BJP അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല. കൊലപാതക രാഷ്ട്രീയം കേരളത്തിന് ശാപമാണെന്നും ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ രാഷ്ട്രീയ മുന്നണികൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിൽ എതിരാളി മാനിക്കപ്പെടേണ്ടവരാണ്. രാഷ്ട്രീയ സംഘടന നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം നിത്യജീവിതത്തിന്റെ ദുരന്തമായി മാറിയിട്ടുള്ള ഒരു സംസ്ഥാനവും ആർക്കും കേരളമല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ചടങ്ങിൽ ജാഥ ലീഡർ ശോഭാ സുരേന്ദ്രന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമ്യ മുരളി അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് P ജയചന്ദ്രൻ മാസ്റ്റർ, ശോഭാ രാജൻ, MT രമേശ്, ദീപ T മണി, പ്രിയ, BJP സംസ്ഥാന സമിതി അംഗം രമണി ഭായ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിക്ഷേപകർക്കും പെൻഷനുകാർക്കും ATM സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റ് ATM SB മേള ആരംഭിച്ചു. സർവീസ് ചാർജ് ഇല്ലാതെ സൌജന്യ ATM സേവനങ്ങൾ കൊണ്ട് ആകർഷകമാണ് പോസ്റ്റ് ഓഫീസ് ATM കാർഡുകൾ. നിലവിൽ SB അക്കൌണ്ട് ഇല്ലാത്തവർക്കും അക്കൌണ്ട് തുടങ്ങി ATM കാർഡ് കൈപ്പറ്റാനുള്ള സംവിധാനവും മേളയിലുണ്ടാകും. നിക്ഷേപകർക്കും പെൻഷൻകാർക്കും ATM സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി മാനാഞ്ചിറയിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെ സേവിംഗ്സ് ബാങ്ക് ATM മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് മേള. സർവീസ് ചാർജ് ഇല്ലാതെ സൌജന്യ ATM സേവനങ്ങൾ കൊണ്ട് കൂടുതൽ ആകർഷകവും ജനകീയവുമാണ് പോസ്റ്റ് ഓഫീസ് ATM കാർഡുകൾ. ATM കാർഡ് ഇല്ലാത്ത കാലിക്കറ്റ് HPOയിൽ SB അക്കൌണ്ട് ഉള്ള നിക്ഷേപകരും പെൻഷൻകാരും 2 ഫോട്ടോ തിരിച്ചറിയൽ രേഖ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം പ്രത്യേക കൌണ്ടറിൽ ബന്ധപ്പെടേണ്ടതാണ്. നിലവിൽ SB അക്കൌണ്ട് ഇല്ലാത്തവർക്കും അക്കൌണ്ട് തുടങ്ങി ATM കാർഡുകൾ ഉടനടി കൈപ്പറ്റാനുള്ള സംവിധാനവും മേളയിലുണ്ടാകും. 40 വയസ്സ് വരെയുള്ളവർക്ക് അടൽ പെൻഷൻ പദ്ധതി വർഷത്തിൽ കേവലം 12 രൂപയ്ക്ക് 2 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ്, പ്രതിദിനം 1 രൂപയ്ക്ക് താഴെ പ്രീമിയമുള്ള 2 ലക്ഷത്തിന്റെ ലൈഫ് ഇൻഷുറൻസ് മുതലായവയും തപാൽ സേവിംഗ്സ് അക്കൌണ്ടിന്റെ അനുബന്ധ സേവനങ്ങളാണ്. കൂടാതെ ആദായനികുതി ഇളവുകൾ നൽകുന്നതും അല്ലാത്തതുമായ ദേശീയ സമ്പാദ്യ പദ്ധതി നിക്ഷേപങ്ങൾ, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട സേവനങ്ങളും മേളയിൽ ലഭ്യമാണ്. മേളയുടെ ഉദ്ഘാടന കർമ്മം കാലിക്കറ്റ് ഡിവിഷണൽ സീനിയർ സൂപ്രണ്ട് A സുധാകരൻ നിർവഹിച്ചു. പോസ്റ്റ് മാസ്റ്റർ CM ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് CE ചാക്കുണ്ണി, ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ A ശിവശങ്കരൻ, സ്പീഡ് പോസ്റ്റ് മാനേജർ CK മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു. RSSനെ വെല്ലുവിളിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളർന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. പ്രതിഷേധ സമരങ്ങൾ നടത്താൻ RSS തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി ബുദ്ധിമുട്ടുമെന്നും ജനാധിപത്യപരമായി മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ RSS ശവപ്പെട്ടി നിർമ്മിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ചിതാഭസ്മ കലശയാത്രയെ തടയാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിചാരിച്ചാൽ നടക്കില്ല. പുതുശ്ശേരിയിൽ നിന്നും യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ണൂരും കടന്ന് മഞ്ചേശ്വരത്ത് തന്നെ യാത്ര അവസാനിപ്പിക്കും. യാചിച്ചുകൊണ്ടല്ല സ്ത്രീകൾ ഈ യാത്ര നടത്തുന്നത്. കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞാണ് യാത്ര. ആയുധം താഴെവെക്കാൻ കോടിയേരി തയ്യാറാകണമെന്നും സമാധാനത്തിൽ ജീവിക്കാൻ അന്തരീക്ഷമുണ്ടാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നടിയെ ആക്രമിച്ചവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനുമാണ്. കേസന്വേഷണം CBIക്ക് കൈമാറണം. അക്രമത്തിന് നേതൃത്വം കൊടുക്കാനുള്ള സൂചനയാണ് കഥകളിലൂടെ മുഖ്യമന്ത്രി നൽകുന്നതെന്നും നിയമസഭയിലും മംഗലാപുരത്തും മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെ അധികരിച്ച് ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, DGPയെ വിരട്ടിയതുപോലെ BJPയെ വിരട്ടാം എന്നുള്ള വ്യാമോഹം
കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ട. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പുരുഷനെ പോലെ പ്രതികരിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെ മുന്നിൽ നവവധുവിനെ പോലെ തലകുനിക്കുകയാണെന്നും പാദസരമിട്ട പുരുഷനാണ് പ്രതിപക്ഷ നേതാവെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി.പി. ജയചന്ദ്രൻ മാസ്റ്ററും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ സദാനന്ദനും പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ക്ലാസിക്സ്. 1000-ൽ പരം നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നും 100,000-ൽ പരം ഡിസൈനുകളും ഫാഷനും ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഉത്സവം. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. ആന്ധ്രാപ്രദേശിലെ മംഗൾഗിരി കോട്ടൺ, രാജസ്ഥാനിലെ കോട്ട കോട്ടൺ, ഒഡീഷയുടെ സംബൽപുരി, മധ്യപ്രദേശിന്റെ ചന്ദേരി കോട്ടൺ, ബംഗാളിന്റെ ഫുലിയ കോട്ടൺ. ഈ ക്ലാസിക്കുകളൊക്കെയും ഒരുമിക്കുന്നു കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. Really? Thank you. നമുക്ക് ഗോൾഡ് ബാർ കിട്ടി. ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? ഫോർ മീ പ്ലീസ് പ്ലീസ്. ആഭരണങ്ങളുടെ ഉത്സവം. 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടൂ അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെയും ഇന്നൊവേഷൻ ഹബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മലബാർ ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. നൂതന സാങ്കേതിക വിദ്യയും പുതിയ ആശയങ്ങളും കോർത്തിണക്കിയ ഫെസ്റ്റിവൽ കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുന്നതാണ്. നൂതന സാങ്കേതിക വിദ്യയും പുതിയ ആശയങ്ങളും കോർത്തിണക്കിയാണ് മലബാർ ഇന്നൊവേഷൻ ഫെസ്റ്റിവലിന് തുടക്കമായത്. വിവിധ മേഖലകളിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊരുക്കിയ ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, NIT ക്യാമ്പസ്, ഇന്നൊവേഷൻ ഹബ്, നിലീറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന ഫെസ്റ്റിവലിൽ ഡിലിറ്റ് ഡയറക്ടർ ഡോക്ടർ MP പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്നൊവേഷൻ ഹബ് ചീഫ് മെന്റർ ഡോക്ടർ KK ദേവദാസൻ, പ്ലാനറ്റോറിയം ഡയറക്ടർ VS രാമചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുജനങ്ങൾക്കുൾപ്പെടെ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഫെസ്റ്റിവലിലൂടെ ഒരുക്കിയത്. മായനാട് സ്വദേശി പ്രകാശൻ തട്ടാരിയുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇതിനുദാഹരണം. കാർഷിക പ്രവർത്തനങ്ങൾ എളുപ്പത്തിലും മികച്ചതുമാക്കാനുള്ള പരീക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ആൾ കയറാതെ അടയ്ക്ക പറിക്കാനും കവുങ്ങിൽ മരുന്ന് തളിക്കാനുമുള്ള വണ്ടർ ക്ലൈംബർ യന്ത്രം, കേര പിക്കർ, അടക്കപുളിയൻ തുടങ്ങി ഈ വിഭാഗത്തിലും വൈവിധ്യങ്ങൾ ഏറെയാണ്. പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് വഴി തെളിക്കുന്നതിനൊപ്പം നിരവധി പദ്ധതികൾ സമൂഹത്തിന് പ്രയോജനകരമാകാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. കാർഷിക ഉപകരണ കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം നവീന സാങ്കേതിക വിദ്യയും ഫെസ്റ്റിവൽ പരിചയപ്പെടുത്തുന്നു. റെയിൽവേ കോച്ചുകളിൽ വെള്ളം ലഭ്യമാക്കാനുള്ള നിലീറ്റ് പദ്ധതി ഇതിൽ ശ്രദ്ധേയമാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കാനുള്ള നൂതന സംവിധാനം, ജലം ശുദ്ധീകരിക്കുന്നതിന് ഫലപ്രദമായ മാർഗ്ഗങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടൊരുക്കിയ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ നൂതന വിളകൾ തുടങ്ങി വ്യത്യസ്തത പുലർത്തുന്ന നിരവധി ആവിഷ്കാരങ്ങളാണ് ഫെസ്റ്റിവലിലുള്ളത്. ആദ്യഘട്ടം വിജയം കണ്ടാൽ ഫെസ്റ്റിവൽ വരും വർഷങ്ങളിലും തുടരാനാണ് നീക്കം. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് വേറിട്ട കാഴ്ചയൊരുക്കി അത്ഭുതം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഫാഷൻ ഡിസൈനർ ആയിഷ. സ്ത്രീകളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമാക്കി പുരുഷ പ്രതീകമായി ഭീമൻ ഷർട്ട് നിർമ്മിച്ച് പ്രദർശിപ്പിക്കും. പീഡിതരും നിരാലംബരുമായ ഭാരത സ്ത്രീകളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യം വെച്ച് ലോകാത്ഭുതം സൃഷ്ടിച്ച് ജനശ്രദ്ധ ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ഫാഷൻ ഡിസൈനർ ആയിഷ. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് 12 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഭീമൻ ഷർട്ട് നിർമ്മിച്ച് പ്രദർശിപ്പിക്കുമെന്ന് ആയിഷ പറഞ്ഞു. 3333 ചതുരശ്ര അടിയുള്ള തുണിയിലാണ് ഷർട്ട് നിർമ്മിക്കുക. ഇതിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റും ഗിന്നസ് റെക്കോർഡ് ഹോൾഡറുമായ M. ദിലീപ് വിഷയ പശ്ചാത്തലം ആലേഖനം ചെയ്യും. ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് 66ഓളം കാരിക്കേച്ചറുകളാണ്
ഭീമൻ ഷട്ടിൽ വരയ്ക്കുക. മാർച്ച് 3 മുതൽ 7 വരെ ഹൈലൈറ്റ് മാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുമെന്നും മാർച്ച് 8 ഇതിന്റെ പ്രദർശനം ഫോക്കസ് മാളിൽ സംഘടിപ്പിക്കുമെന്നും എം ദിലീപ്, ആയിഷ തുടങ്ങിയവർ പറഞ്ഞു. സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ കുവലയം കഥകളിക്ക് സമാപനമായി. സമാപന ദിവസം ലവണാസുരവധം, രാവണ വിജയം എന്നിവ വേദിയിൽ ആടി. സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 25 മുതൽ 27 വരെയാണ് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ കുവലയം എന്ന പേരിൽ കഥകളി പ്രദർശിപ്പിച്ചത്. ആദ്യ ദിനം സീതാ സ്വയംവരം, പരശുരാമഘട്ടം, രണ്ടാം ദിനം നളചരിതം, രണ്ടാം ദിവസം, മൂന്നാം ദിനം ലവണാസുരവധം, രാവണ വിജയം എന്നിവ അരങ്ങിലെത്തി. ലവണാസുരവധത്തിൽ പൂർണ്ണ ഗർഭിണിയായ സീതാദേവിയെ ശ്രീരാമൻ കാട്ടിലുപേക്ഷിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്ന ഒരു മണ്ണൻ പറഞ്ഞു പരത്തിയ കിംവദന്തികളും മണ്ണാനും മണ്ണാത്തിയും തമ്മിലുള്ള കലഹവുമാണ് ഇതിലെ രസകരമായ ഇതിവൃത്തം. മണ്ണാനായി കലാമണ്ഡലം മനോജ് കുമാറും മണ്ണാത്തിയായി വെള്ളിനഴി ഹരിദാസും വേഷമിട്ടു. രാവണ വിജയത്തിൽ രംഭാപ്രവേശമാണ് അവതരിപ്പിച്ചത്. രാവണനായി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും ദൂതനായി കലാമണ്ഡലം വൈശാഖും രംഭയായി കലാമണ്ഡലം രാജശേഖരനും വേഷമിട്ടു. സദനം ജ്യോതിഷ് ബാബു വിനോദ് എന്നിവർ പാട്ടിലും, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ചണ്ടയിലും, കലാമണ്ഡലം അനീഷ് മദ്ദളത്തിലും, കലാമണ്ഡലം പത്മനാഭൻ ചുട്ടിയിലും, മുരളി നായർ, വിജീഷ്, ഉണ്ണി എന്നിവർ അണിയറയിലും പരിപാടിയുമായി സഹകരിച്ചു. ഒരു ലോകം ഒരു ഭാഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടർ കോഴിക്കോട് ബീച്ചിൽ ഏകദിന ഉപവാസം നടത്തി. ലോകം മുഴുവൻ ഇംഗ്ലീഷ് പൊതുഭാഷയാക്കണമെന്നും ഇപ്പോഴുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതിക്ക് മാറ്റം വേണമെന്നുമുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരു ലോകം ഒരു ഭാഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടർ കോഴിക്കോട് ബീച്ചിൽ ഏകദിന ഉപവാസം നടത്തുന്നത്. ലോകം മുഴുവൻ ഒരു ഭാഷ എന്നതാണ് അലക്സാണ്ടർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം. ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് വേണ്ട പരിഗണന നൽകി ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിൽ ഇംഗ്ലീഷ് പൊതുഭാഷയാക്കുക എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യം. ഇന്ത്യയിലെ ഇന്നത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി മാറ്റണമെന്നും 50 മണിക്കൂറിനുള്ളിൽ എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിക്കാവുന്ന മാർഗം അദ്ദേഹം പരിചയപ്പെടുത്തുമെന്നും പറയുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികരണമുണ്ടായിട്ടില്ല. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടും അദ്ദേഹം ആവശ്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഒരു തരത്തിലുമുള്ള നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഉപവാസവുമായി രംഗത്തെത്തിയത്. മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സാഹിത്യകാരൻ KP സുധീര എന്നിവർ ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കശാപ്പുകാരന്റെ മനസ്സോടെയാണ് പിണറായി കേരളം ഭരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ജനങ്ങളുടെ ആവശ്യങ്ങളോട് ക്രൂരമുഖത്തോടെയാണ് പിണറായി പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം. അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വം, അപഹസിക്കപ്പെടുന്ന ഭരണം എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല തീർത്തു. കിഡ്സങ്കോറിൽ നടന്ന പരിപാടി KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി വനിതകൾ അണിചേർന്നു. ഇടതു ഭരണകാലത്ത് കേരളത്തിൽ സ്ത്രീകളുടെ മാനത്തിനും മനുഷ്യജീവനും ഒരു വിലയുമില്ലാതായി KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. 8 മാസത്തിനകം 1.75 ലക്ഷം ക്രിമിനൽ കേസുകളും 3200 സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമുണ്ടായ സംസ്ഥാനമാണ് കേരളമെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ക്രിമിനൽ സംഘങ്ങളുടെ വിഹാരകേന്ദ്രമായി മാറിയെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വവും ഭരണകക്ഷിയുടെ പിന്തുണയുമാണ് അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതല്ല? ഒന്ന്, പോലീസിന്റെ നിഷ്ക്രിയമായ മനോഭാവം. 2, അധികാരത്തിലിരിക്കുന്ന മുഖ്യ ഭരണകക്ഷിയുടെ രാഷ്ട്രീയമായ പിന്തുണ ഗുണ്ടകൾക്കും അക്രമി സംഘങ്ങൾക്കും നൽകുന്നതിന്റെ അനന്തരഫലം. DCC പ്രസിഡന്റ് T സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, സെക്രട്ടറി K പ്രവീൺകുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിലി മോഹൻ, സതീദേവി, പ്രമീള ബാലഗോപാൽ എന്നിവർ സംസാരിച്ചു. അനധികൃത ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുടെ മറവിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണങ്ങൾ വ്യാപകമാകുകയാണെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് അക്ഷയ ഭാരവാഹികൾ. ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അക്ഷയ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ സംവിധാനമുണ്ടായിരിക്കെ യാതൊരു നിയന്ത്രണങ്ങളോ വ്യക്തമായ രജിസ്ട്രേഷനോ പരിശോധനകളോ ഇല്ലാതെ കേരളത്തിലാകമാനം ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വളർന്നു വരികയാണെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് അക്ഷയ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങളുടെ പേരിന് സാമ്യമുള്ള രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ലോഗോകൾ പ്രദർശിപ്പിച്ചും വ്യക്തികൾ നടത്തുന്ന കേന്ദ്രങ്ങളും 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഫ്രാഞ്ചൈസി ഫീസ് വാങ്ങി ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കുന്ന ഇ-മൈത്രി, സേവിക, സേവന, ആശ്രയ കേന്ദ്രങ്ങളും ഇപ്പോൾ വ്യാപകമാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് എത്തുന്ന ജനങ്ങളുടെ വിലപ്പെട്ട രേഖകൾ ദുരുപയോഗം ചെയ്യുന്നതായും വരുന്ന വ്യക്തികളുടെ ആധാർ നമ്പറിന്റെ വിവരം വെച്ച് അവരറിയാതെ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകളും സിം കാർഡുകളും നൽകുന്നതായും പരക്കെ ആക്ഷേപമുയർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒട്ടനവധി പരാതികൾ കേരളത്തിൽ അനധികൃത കേന്ദ്രങ്ങൾക്കെതിരെ ഉയർന്നുവരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് അക്ഷയ ഭാരവാഹികളായ ശ്യാം സുന്ദർ ബിജോയ്, സുധാകരൻ MK തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഒരിടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് താക്കീതും ബോധവൽക്കരണവുമായി കൊല്ലം അജിത്തിന്റെ പുതിയ സിനിമ ഒരു കടലിനും അപ്പുറം സിനിമയുടെ പൂജ മുക്കത്ത് നടന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും സ്വന്തം വീടുകളിൽ പോലും അന്യമായിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അമ്പലനടകളിലും വൃദ്ധസദനങ്ങളിലും ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ശക്തമായ താക്കീതും ബോധവൽക്കരണവുമായി നടനും സംവിധായകനുമായ കൊല്ലം അജിത്ത്. ഒരു കടലിനപ്പുറം എന്ന പേരിൽ ലോ ബഡ്ജറ്റ് സിനിമയാണ് അജിത്ത് ഉദ്ദേശിക്കുന്നത്. ശ്രീഹരി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് കൊല്ലം അജിത്ത് തന്നെയാണ്. സമൂഹത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും സങ്കീർണമായതുമായ ഒരു വിഷയമാണ് താൻ പ്രമേയമാക്കിയതെന്ന് അജിത്ത് പറഞ്ഞു. കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചു വലുതാക്കിയ സ്വന്തം മക്കൾ പണത്തിന്റെ അത്യാർത്തിയും മറ്റും മൂലം രക്ഷിതാക്കളെ പീഡിപ്പിക്കുകയും അവസാനം വഴിയരികിലും മറ്റും തള്ളുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രമേയം തെരഞ്ഞെടുത്തതെന്നും അജിത്ത് പറഞ്ഞു. സിനിമയുടെ പൂജ BP മൊയ്തീൻ ഡയറക്ടർ കാഞ്ചനമാല നിർവഹിച്ചു. ജീവകാരുണ്യ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന തനിക്ക് ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാഞ്ചനമാല പറഞ്ഞു. ചടങ്ങിൽ സലാം നടുക്കണ്ടി അധ്യക്ഷത വഹിച്ചു. നിഷാബ് മുല്ലോളി, അൻവർ സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കത്തും പരിസര പ്രദേശങ്ങളിലുമായി അടുത്ത ദിവസങ്ങളിലായി ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കും. അജിത്തിന്റെ പകൽ പോലെ എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായിരുന്നു. സെൻസർ ബോർഡ് നീക്കത്തിനെതിരെ തന്റെ സിനിമ സംസ്ഥാനത്തുടനീളം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് അജിത്ത് തന്റെ പ്രതിഷേധം അറിയിക്കുകയും കഴിഞ്ഞ ദിവസം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ജോലി തേടി മുംബൈയിലെത്തിയ ഒരു യുവാവിന്റെ വാഹനത്തിൽ ആളറിയാത്ത തീവ്രവാദികൾ കയറുന്നതും ഇയാൾ ജയിലിലാകുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. KRTC സംസ്ഥാന മഹിളാ സെക്രട്ടറി R പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. M ബാലകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KRTC സംസ്ഥാന മഹിളാ സെക്രട്ടറി R പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന KRTC മുഖ്യ രക്ഷാധികാരി P മൊയ്തീൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ചരിത്രത്തെ വളച്ചൊടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് ആകെ ഒരു വിഷ്വൽ എഫക്ഷൻ ഉണ്ടാക്കി ജനങ്ങളെ ആകമാനം വഞ്ചിതരാക്കി വോട്ടുകൾ തൽക്കാലം തട്ടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ ഉഷാദേവി ടീച്ചർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അലവിക്കുട്ടി കാട്ടുങ്ങൽ, VT അബ്ദുള്ളക്കോയ, P സദാനന്ദൻ, രാജൻ പുത്തോളിക്കണ്ടി, ആലിക്കോയ PP, ഗോവിന്ദൻ നമ്പൂതിരി, ബാലകൃഷ്ണൻ നായർ, KP വീരാൻകുട്ടി മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ക്യാമ്പസുകളിൽ ജനാധിപത്യപരമായ അവകാശ സംരക്ഷണവും അഭിപ്രായ സ്വാതന്ത്ര്യവും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ക്യാമ്പസിൽ ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ABVP അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനി ഗുൽമേഹർ കൌറിന് നേരെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പ്രതിഷേധം അപലപനീയമാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും DYFI ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ക്യാമ്പസുകളിലെ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇന്ത്യയിൽ ഏത് കലാലയത്തിലും ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. സർവകലാശാലകളിലെ സംഘപരിവാർ അക്രമങ്ങൾ ചെറുക്കപ്പെടണം. സർക്കാരിനെ വിമർശിക്കാൻ എല്ലാ പൌരന്മാർക്കും അവകാശമുണ്ട്. അതിനെ സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യണം. വർഗീയ കലാപങ്ങളുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.
ക്യാമ്പസുകളിലെ ജനാധിപത്യ സംരക്ഷണം ഏറ്റെടുത്ത് മാർച്ച് 6 മുതൽ 10 വരെ ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായി ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കും. കപട ദേശീയതയ്ക്കെതിരെ മാർച്ച് 23 ഇന്ത്യയിൽ ഉടനീളം ഇരുചക്ര വാഹന ജാഥകൾ നടത്തും. 15 മുതൽ 20 വരെ ലഘുലേഖകൾ വിതരണം ചെയ്യും. ഹ്രസ്വചിത്രങ്ങളും നിർമ്മിക്കും. ജനാധിപത്യ സംരക്ഷണം നാടിന്റെ ആവശ്യമാണെന്നും അതിന് ഡിവൈഎഫ്ഐ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. തൊഴിൽ നിയമത്തിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർക്കുകയാണെന്ന് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കോഴിക്കോട് ഡിസ്ട്രിക്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഡിസ്ട്രിക്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ INTC 20ാം വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്നു. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ വെള്ളം ചേർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നിയമങ്ങളിലും ട്രേഡ് യൂണിയൻ നിയമങ്ങളിലും BJP സർക്കാർ ഭേദഗതി വരുത്തുകയാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടനകൾ ശക്തമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മളെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമം വേണം എന്ന്, കൂലിക്ക് വ്യവസ്ഥ, പദത്തിന് വ്യവസ്ഥ, എല്ലാ കാര്യങ്ങൾക്കും വ്യവസ്ഥയുള്ളൊരു നിയമം വേണം എന്ന് തീരുമാനിച്ചു. DCC പ്രസിഡന്റ് T സിദ്ദിഖിന് ചടങ്ങിൽ സ്വീകരണമൊരുക്കി. KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ചു. വർക്കല കഹാർ, PK അനിൽകുമാർ, സുന്ദരൻ കുന്നത്തുള്ളി, നാരായണൻ നായർ, CK ബാലൻ, MK ബീരാൻ, ഓച്ചേരി വിശ്വൻ, K പുരുഷോത്തമൻ, TM അശോകൻ, TK സുധാകരൻ, PM ചന്ദ്രൻ, KM പൌലോസ്, TR ഓമനക്കുട്ടൻ, VJ ചാക്കോ, MP ജനാർദ്ദനൻ, K സുരേഷ് എന്നിവർ സംസാരിച്ചു. P ഭാസ്കരൻ പുരസ്കാരം ഗാനരചയിതാവും സംവിധായകനുമായ സത്യൻ അന്തിക്കാടിന് നടൻ മധു സമ്മാനിച്ചു. ആത്മീയ ഗുരുവായി താൻ കാണുന്ന P ഭാസ്കരന്റെ പേരിലുള്ള പുരസ്കാരം യഥാർത്ഥ ഗുരുവായ മധുവിൽ നിന്നും ഏറ്റുവാങ്ങാനായത് ഏറെ ആഹ്ലാദം നൽകുന്നുവെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. കവിയും ഗാനരചയിതാവുമായ P ഭാസ്കരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി P ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ നടൻ മധു പുരസ്കാരം സമ്മാനിച്ചു. സിനിമയിൽ വിനോദത്തിനു വേണ്ടി എന്തും ചെയ്യാൻ കൂട്ടാക്കാതെ നല്ല കരുക്കൾ മാത്രം തെരഞ്ഞെടുത്ത് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞ ആളാണ് P ഭാസ്കരൻ എന്ന് മധു പറഞ്ഞു. സന്തോഷിപ്പിച്ച് വിജയിപ്പിക്കുക സിനിമയിൽ എളുപ്പമല്ല. ഇതിന് കഴിഞ്ഞവരാണ് ഭാസ്കരൻ മാഷും സത്യൻ അന്തിക്കാടും. സിനിമയെന്ന ശക്തമായ മാധ്യമത്തെ ചൂഷണം ചെയ്യുന്ന ഈ മേഖലയിൽ അങ്ങനെയല്ലാതെ അവർ അതിനെ ഉപയോഗിച്ചുവെന്നും മധു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഭാസ്കരൻ മാഷയുടെ പേരിലുള്ള അവാർഡ് സത്യന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് എനിക്ക് വളരെ 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 സന്തോഷം തോന്നുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PV ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സത്യൻ അന്തിക്കാട്, നടൻ മാമുക്കോയ, നവാസ് പൂനൂർ, ഡോക്ടർ RVM ദിവാകരൻ, ഡോക്ടർ മൊയ്തു, PV ചന്ദ്രൻ, P രാധാകൃഷ്ണൻ, M രാജൻ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കവിയരങ്ങ് കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. PP ശ്രീധരൻ ഉണ്ണി, ദിവാകരൻ, വിഷ്ണു മംഗലം, നാലാപ്പാടം, പത്മനാഭൻ, ഡോക്ടർ ജാൻസി ജോസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ അവതരിപ്പിക്കാൻ പോകുന്ന കമേഴ്ഷ്യൽ മെസ്സഞ്ചിംഗ് ടെക്നോളജി ഒരു മാസം മുൻപ് തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മലയാളി യുവാവ് അരവിന്ദ് GS മംഗലശ്ശേരി ശ്രദ്ധ നേടുന്നു. ഈ ടെക്നോളജിയിലൂടെ ബിസിനസ്സുകാരന് തന്റെ ആവശ്യാനുസരണം വാട്സ്ആപ്പ് മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് അനേകം മാർക്കറ്റിംഗ് അവസരങ്ങൾ സാധ്യമാകുമെന്ന് അരവിന്ദ് പറഞ്ഞു. ഇതോടൊപ്പം റോബോട്ട് നിയന്ത്രിത വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ടെക്നോളജിയും കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി ലോകത്തെവിടെയുമുള്ള വാട്സ്ആപ്പ് ഉപയോക്താക്കൾക്ക് പ്രതിദിനം 3 ലക്ഷം പരസ്യ സന്ദേശങ്ങൾ അന്തർദേശീയ, ദേശീയ, സംസ്ഥാന തലങ്ങളിൽ തരംതിരിച്ചുകൊണ്ട് ബിസിനസ് താൽപര്യങ്ങൾക്കനുസരിച്ച് അയക്കാം. ബിസിനസ് മാർക്കറ്റിംഗിലെ ഒരു കുതിച്ചുചാട്ടത്തിന് ഈ ഒരു ടെക്നോളജി കാരണമാകുമെന്നും സംരംഭകർ പ്രത്യാശിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യത്തിൽ കൊലപാതകമില്ലെന്നും പ്രതിപക്ഷത്തെ മാനിക്കലാണ് ജനാധിപത്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ. വാർഷിക പരിശോധന കർശനമാക്കി റെയിൽവേ. പെരുകുന്ന കിട്ടാക്കടത്തിന് ബാങ്ക് ഉന്നതരെ ഉത്തരവാദികളാക്കുക, നോട്ട് റദ്ദാക്കിയ കാലത്തെ അധിക ജോലിക്ക് വേതനം തുടങ്ങി നിരവധി ആവശ്യങ്ങളുമായി അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you